അടുത്തേക്കൂടെ പോയാൽ പോലും വിഷം ചീറ്റുന്ന രണ്ട് ജന്മങ്ങൾ. എന്ത് ഡ്രാമയായിരുന്നു അവരവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് ഈ പറയുന്നത് അനുമോള് ഡ്രാമ കാണിക്കുന്നു എന്നൊക്കെയാണ് ഇവരുടെ പറച്ചിലെങ്കിൽ ഇന്ന് അവർ കാണിച്ചത് ഭയങ്കര ഡ്രാമയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ഓവർ ആക്ടിങ്. എനിക്ക് ഈ വാക്കുകൾ കിട്ടാനായിട്ട് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കായിരുന്നു ഇവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുന്ന സമയത്ത്. എന്തൊരു ഓവർ ആക്ടിങ് ആയിരുന്നു രണ്ടും കൂടിയിട്ട് അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നത്. എന്തായാലും നൂറയും ആദിലയും ഇന്ന് പൊളിച്ചടുക്കിയത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് അനീഷാണെന്ന് പറയും. നിങ്ങൾ അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരുപാട് പേര് തിരിയാനായിട്ട് ചാൻസ് ഉണ്ട്. സപ്പോർട്ട് ചെയ്ത് വെറുതെ നിൽക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അനീഷ് ഇന്നേ വരെയുള്ള സംഭവങ്ങൾ ന്യായം എവിടെയാണ് എന്ന് തോന്നിയിട്ടുണ്ടോ അവിടെയേ അനീഷ് നിന്നിട്ടുള്ളൂ. ഈ പ്രശ്നങ്ങൾ എല്ലാം നടക്കുന്ന സമയത്ത് അനീഷ് അവിടെയുണ്ട്. അനീഷ് എല്ലാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അനീഷ് അനുമോളുടെ കൂടെ നിന്നത്. ഈ ഷാനവാസിന് ഈ പെങ്ങളുട്ടിമാരില്ലാണ്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണോ? ഈ പെങ്ങളുട്ടിമാരുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഷാനവാസിന്റെ ഗ്രാഫ് താഴോട്ട് പോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ എവിടം വരെ എത്തേണ്ട ആളായിരുന്നു എന്നറിയോ ഈ ഷാനവാസ്. ഇപ്പോ ഒന്നുമല്ലാതായി തീർന്നു. ഷാനവാസ് എന്ന് പറയുന്നത് ഒരു വട്ടപൂജയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വീണ്ടും ഈ പെങ്ങളുട്ടിമാർക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് അവിടെ പറയാത്ത കാര്യങ്ങൾ, അനുമോള് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ന് ഷാനവാസ് കൂടി വന്ന് പെട്ടിരുന്നു. വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് ഷാനവാസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ചെയ്യാത്ത കുറ്റത്തിന് എല്ലാവരും കൂടി അനുമോളുടെ തലയിലേക്ക് കുറ്റം ചാർത്തി അനുമോള് വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരിക്കലും മാറ്റാൻ പറ്റാത്ത തെറ്റ്, വലിയ ഇതാണ് എന്ന് വരുത്തി തീർത്ത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് അനുമോളെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു സീനാണ് നമുക്കിന്ന് ലൈവിലും എപ്പിസോഡിലും ഒക്കെ കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ എല്ലാം മനസ്സിലാക്കിയത് അനീഷ് മാത്രമായിരുന്നു. അനീഷും അനുമോളും കൂടിയിട്ട് ഇന്ന് ലൈവിലിരുന്ന് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ എപ്പിസോഡിൽ അത് മുഴുവൻ കാണിച്ചിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ടോക്കായിരുന്നു അത്. അനുമോളുടെ വിഷമങ്ങളെല്ലാം പറയുന്നുണ്ട്. അവിടെ ആദിലെ നൂറയെ കുറിച്ച് കുറ്റം പറയാണ് എന്നാണ് അവര് കരുതുന്നത്. അവരെന്നിട്ട് അവിടെ പോയിരുന്ന അനുമോളെ കുറിച്ച് എന്തെല്ലാം എന്താ പറയാ അനാവശ്യങ്ങൾ എന്ന് വേണം പറയാനായിട്ട്. എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. തന്നിഷ്ടക്കാരി, ഡ്രാമക്കാരി, ഓവർ ആക്ടിങ്, ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് PR കട്ടിങ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് PR-നിട്ട് അടയാളം കൊടുക്കുന്നു. അനാവശ്യങ്ങളാണ് അവരവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായി പറയാം. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രാവിലത്തെ ആ ഒരു വിഷയം, രാവിലെ ഉണ്ടായ ആ ഫുഡിന്റെ വിഷയം, ഉച്ചയ്ക്കുണ്ടായത് ആ ഒരു വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നമ്മൾ ഏറ്റക്കുറച്ചിലുകൾ നോക്കുന്ന സമയത്ത് അവിടെ ആരാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് എന്ന് നോക്കുന്ന സമയത്ത് ഞാനത് പറയും തീർച്ചയായും അത് ആദിലയുടെ ഭാഗത്തായിരുന്നു എന്നുള്ളത്. അവിടെ കറി കുറച്ച് മാറ്റി വെച്ചതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. കാരണം എല്ലാവർക്കും തുല്യമായിട്ട് തന്നെയാണ് അതിനോട് വിളമ്പിയത്. സാബുവിനെ കുറച്ച് എന്നൊരു വിളമ്പിൽ അവിടെ ഉണ്ടായില്ല. സാബുവിന്റെ പ്ലേറ്റിൽ നന്നായിട്ട് കറി ഉണ്ടായിരുന്നു. അവിടെ നുണയാണ് അവരത് വിളിച്ചു പറയുന്നത്. എന്നിട്ട് അനു അവിടെ കാണിച്ചത് ഏറ്റവും വലിയ കാര്യം അനുവിന്റെ വാശി ദേഷ്യമാണ്. ഞാൻ തന്നെ വിളമ്പിക്കോളാം എന്നുള്ള ദേഷ്യമാണ് അനുവിനെ അവിടെ മോശമായിട്ട് ബാധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ കറി എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്താൽ മതി. ഇല്ല ഞാൻ തരില്ല എന്ന് വാശി പിടിച്ചില്ലേ, അവിടെയാണ് അനുമോൾക്ക് തെറ്റുപറ്റിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഇത്രയും ചോറ് ബാക്കിയിരിക്കുമ്പോൾ കുറച്ച് കറി അവിടെ ഇരിക്കട്ടെ, വേറെ ആർക്കെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിക്കാലോ എന്ന് പറഞ്ഞതിൽ നമുക്ക് തെറ്റ് പറയാനായിട്ട് പറ്റുമോ? ഒരു കുടുംബസ്ഥ എന്നുള്ള ലെവലിൽ നോക്കുമ്പോൾ അത് ശരിയാണ്. പക്ഷെ ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയില് അത് വലിയൊരു തെറ്റുമായിട്ടാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരും അനുമോൾക്ക് എതിരെ തിരിഞ്ഞപ്പോൾ അവിടെ ആകെ കൂടെ നിന്നത് അനീഷ് മാത്രമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അനീഷ് കണ്ടിട്ടുണ്ട് സാബുവിന്റെ പ്ലേറ്റിൽ കറി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം അവിടെ കണ്ടതാണ്. പിന്നെ ഒരു നോർമൽ ഫാമിലി, സാധാരണക്കാരുടെ ഒരു ഫാമിലിയിൽ എന്താണ് ചെയ്യുക അതാണ് അനുമോൾ അവിടെ ചെയ്തത്. അത് മനസ്സിലാക്കാനായിട്ട് അനീഷിനെ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു തിങ്കിങ് മാത്രമേ അനീഷ് അവിടെ നടത്തിയിട്ടുള്ളൂ. കുറച്ച് കറി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ചോറ് വേസ്റ്റ് ആവാതെ കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അപ്പൊ അനീഷ് അതാണ് അവിടെ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അനീഷ് അവിടെ അനുവിനെ സപ്പോർട്ടുമായിട്ട് സംസാരിച്ചത്. അനുവിനെ സപ്പോർട്ട് ചെയ്തു എന്നൊരു കാരണം കൊണ്ട് അനീഷിനെ പറയാത്ത വൃത്തികേടുകളും ഇല്ല. അനീഷ് ഗാർഡിയൻ കളിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വൃത്തികേടുകൾ ആണ് അനീഷിനെ കുറിച്ച് പറഞ്ഞത്. അതുമാത്രമല്ല ഇന്ന് അനുമോളെ കുറിച്ച് സംസാരിച്ച രീതി, അതായത് ആദിലയും നൂറയും അനുമോളെ കുറിച്ച് പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ദൈവം ഒരു രക്ഷയില്ല. അത്രയും മോശമായിട്ടാണ് അവർ സംസാരിച്ചത്. അവിടെ അനുമോളുടെ അടുത്ത് കാല് പിടിച്ച് സോറി പറയാനൊക്കെ ആദില വരുന്നുണ്ടായിരുന്നു. തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് അത്രയും മോശമായിട്ട് അനുവിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് എന്നിട്ട് പിന്നെ അനുവിൻ്റെ അടുത്ത് ഷെയ്ക്കരി കൊടുത്ത് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അനു പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യൂ. ഇനിയിപ്പോൾ നാളെ അനു കൂളായിട്ട് ചിലപ്പോൾ അവരായിട്ട് മിണ്ടുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക്
ഒരിക്കലും അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. ആദില അത്രയും മോശമായിട്ടാണ് അനുവിന്റെ അടുത്ത് ബിഹേവ് ചെയ്തത് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ. ഇനിയിപ്പോ പോട്ടെ, അക്ബറോ ആര്യനോ ആണെന്നുണ്ടെങ്കിൽ നമുക്കത്, ആര്യനോ നെവിനോ ആരാണെന്നുണ്ടെങ്കിലും നമുക്കത് പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരാണ്, അവരതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിളിച്ചു പറഞ്ഞതാണ്. പക്ഷെ ഒപ്പം നിൽക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കരുതുന്ന വ്യക്തി വിളിച്ചു പറയുന്നതിന് ഒരു പരിധിയുണ്ട്. ആ ദേഷ്യത്തിനാണ് അനുമോൾ അവിടെ പറഞ്ഞത്, നിങ്ങളൊക്കെ എന്തിനാ കൂടെ നിൽക്കണമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊരു വാചകം അനുമോൾ പറഞ്ഞത്. ആ വാചകത്തെ വളച്ചൊടിച്ചുകൊണ്ട് എന്തൊക്കെ മീനിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റുമോ ആ മീനിങ്ങുകളിലേക്ക് ഷാനവാസും ആദിലയും നൂറയും കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്നിട്ട് അവരുടെ ഒരു വക കരച്ചില്, അനുമോള് കരഞ്ഞു കഴിഞ്ഞാൽ ഡ്രാമ, ഇവര് കരഞ്ഞു കഴിഞ്ഞാൽ ഡ്രാമ എല്ലാം തോന്നുന്നു കേട്ടോ. ഇവരുടെ ഓവർ ആക്ടിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, ഡ്രാമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവിടെ അനുമോൾ അതിന് മാത്രം അവരുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവരാണ് അനുമോളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞത്. നിന്നെ ഞങ്ങൾ പൊളിച്ചെടുക്കണോ, പ്രേക്ഷകർക്ക് മുന്നിൽ ഇട്ട് കൊടുക്കണം, നിന്റെ രഹസ്യങ്ങൾ മുഴുവൻ ഞങ്ങൾ വിളിച്ചു പറയണോ, എന്തൊക്കെ വർത്തമാനങ്ങളാണ് അവർ പറഞ്ഞത്. നിന്റെ PR-ന്റെ ബലത്തിൽ നീ ഇവിടെ നിൽക്കുന്നതിന്റെ അഹങ്കാരാണോ നിനക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ അനുമോൾ ഇവരുടെ അടുത്ത് എന്ത് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ സ്വഭാവം എനിക്ക് മനസ്സിലായിരുന്നു, നിനക്കൊന്നും ശുദ്ധ മനസ്സില്ലാത്തത് കൊണ്ടാണ് നിനക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടാത്തതെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോ എനിക്ക് തോന്നുന്നത് ഇവര് നല്ല ഫ്രണ്ട്സ് അല്ല എന്ന് ഇവര് തന്നെ സ്ഥിരീകരിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് ശുദ്ധ മനസ്സില്ല എന്ന് അവർ പറയുമ്പോൾ അതുകൊണ്ടാണല്ലോ അവർക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടാത്തത്. അങ്ങനെയാണെങ്കിൽ ഇവര് രണ്ടുപേരും മോശം ഫ്രണ്ടാണെന്ന് അവർ തന്നെ പറഞ്ഞതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അനുമോളുടെ ഭാഗത്ത് ഒരുപാട് ഫോൾട്ട് ഉണ്ട്, ഫോൾട്ട് ഇല്ലാന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ആ ഫുഡിന്റെ വിഷയത്തിൽ അനുവിന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇവരുടെ സംസാര രീതിയാണ് നമുക്ക് അത്രയും ഇതായിട്ട് തോന്നുന്നത്. ഒരാളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ചൂടാവാം, ദേഷ്യപ്പെടാം, ചീത്ത വിളിക്കാം ഒക്കെ ഉണ്ട്. ഫ്രണ്ട് എന്ന നിലയിൽ അനുമോളെ ചീത്ത വിളിക്കാനും അവിടെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ അവർക്ക് കഴിയാം, ഒക്കെ ചെയ്യാം, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ അവിടെ വാക്കുകൾ അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി, അവർ സംസാരിച്ചത് അനുമോളുടെ അടുത്ത് അത്രയും മോശമായ രീതിയിലാണ്. അനുമോൾ എന്നിട്ട് അനീഷ് വന്നിട്ട് അനുമോളെ കേൾക്കാനായിട്ട് ഇരുന്നു കൊടുത്തു. അതിനുശേഷം അനുമോൾക്ക് വേണ്ടിയിട്ട് അനീഷ് രണ്ട് വാക്ക് സംസാരിച്ചതിന് അനീഷിനെ പറയാത്തതുമില്ല. അവിടെ അനുമോൾ ഇരുന്ന് അനീഷിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നത് തന്റെ ഫാമിലിയിൽ താൻ കഷ്ടപ്പെട്ട് ഇത്രയും വരെ എത്തിയത് ഇത്രയും നാൾ ഞാൻ PR കൊണ്ടാണോ ഇവിടെ നിൽക്കുന്നത് ചേട്ടാ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ഞാൻ പുറത്തു പോകട്ടെ, എനിക്ക് ഒരാൾ മോട്ട് ചെയ്യണ്ട, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്, എനിക്കിവിടെ നിന്നത് മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അനു എത്തിച്ചത്. അത്രയും തകർന്നിട്ടുണ്ട് അനു, തികച്ചും ഒറ്റപ്പെട്ട ഒരു അവസ്ഥ. അനീഷാണ് അല്പമെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ പറയുന്ന സമയത്ത് അനു പറയുന്നുണ്ട്, ഞാൻ അവരുടെ അടുത്ത് എന്നെ കുറിച്ചുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ട് അവരെന്നെ വില പേശുന്നു, അതൊക്കെ ഞാൻ വിളിച്ചു പറയണോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെന്റെ അടുത്ത് വില പേശുന്നു. ഇതാണോ ചേട്ടാ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്? ഇത്രയേ അനുമോൾ അവരെ കുറിച്ച് മോശമായിട്ടും സംസാരിച്ചു. ഇതിന് മോശമായിട്ടെന്ന് പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ലല്ലോ. ഇത് മാത്രമാണ് അനുവോട് പറഞ്ഞത്. പക്ഷെ ആദില നൂറി അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്താ, ഇത് ആദ്യത്തെ തവണയാണോ ഇവര് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത്? എത്ര 1000 തവണ ഇപ്പോ ഈ പറയുന്ന ആദില അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആദില നൂറി ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് അനുമോളെ കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞ് തള്ളും. അവിടെ ലൈവിലും എപ്പിസോഡിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു മോശം വരാതിരിക്കാൻ വേണ്ടി, അനുവിനെ നെഗറ്റീവ് ആവാൻ വേണ്ടി ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് ഇങ്ങനെ ഇതിന്റെ പുറത്തേക്ക് ഇങ്ങനെ എത്തിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുക. ഇന്നിപ്പോ അനുമോള് അനീഷിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവര് പറയാണ്, ഓ അവൾക്ക് അതാണല്ലോ വേണ്ടല്ലേ, പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അനീഷിനെ കരുവാക്കുന്നു, അതിനു വേണ്ടിയിട്ട് അവൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുണ്ട്. അപ്പൊ അനുമോൾക്ക് എന്ത് ആരോടും സംസാരിക്കാൻ പാടില്ലേ? ക്യാമറ നോക്കി സംസാരിച്ച് കഴിഞ്ഞാൽ പറയും ക്യാമറേനെയാണ് നോക്കി സംസാരിക്കുന്നതെന്ന്. അല്ല, ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചാൽ പറയും അതും പുറത്തെ ജനങ്ങളെ കേൾപ്പിക്കാനാണെന്ന്. അപ്പോൾ അനുവിനൊന്നും അവിടെ ചെയ്യാൻ പാടില്ല, ഇവർക്ക് അവിടെ എന്ത് ചെയ്യാന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അനുവിന്റെ ഡ്രാമ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് അനുമോള് ഞങ്ങളെ ഫ്രണ്ട് ആക്കിയിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കരയുന്നു. അനു ഇവരുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ട്, ആകെ നിങ്ങൾ എന്റെ ഫ്രണ്ടായിട്ട് കൂടെ നിൽക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞതാണോ അനു ചെയ്ത തെറ്റ്? ഈ ഒരു വാചകത്തിനാണ് ഇവർ ഇത്രയും വളച്ചൊടിച്ച് ഇത്രയധികം വിഷയങ്ങൾ ഉണ്ടാക്കിയത്. എന്നാൽ ഇവരെന്തൊക്കെ വിളിച്ചു പറഞ്ഞു അനുവിനെ കുറിച്ച്. അപ്പൊ അനുവിനത് ഹേർട്ടിയില്ലേ? അനു ഈ ഒരൊറ്റ വാചകം പറഞ്ഞത് അവർക്ക് ഹേർട്ട്. എന്നിട്ട് ഇവരിവിടെ ഇരുന്നിട്ട് തന്റെ അടക്കാരി അവളെ വിളിക്കില്ല, അവളുടെ അടുത്ത് ഇതാക്കില്ല, വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ, എനിക്കൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ വർത്താനങ്ങളാണ് ഇതൊക്കെ. ആ ടാസ്കിന്റെ ഇടയിൽ അനുമോളെന്ന് പോയപ്പോൾ അനുവിനെ വിളിക്കാൻ പറഞ്ഞ സമയത്ത് തന്റെ ഇടക്കാരി ഞാനൊന്നും വിളിക്കില്ല, എനിക്കിഷ്ടമല്ല പറഞ്ഞത്. അത് കഴിഞ്ഞ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് അപ്പോഴും പറയുന്ന വർത്തമാനാണ് നൂറ. ഇത് അവിടെ പാത്രം കഴുകുന്ന വിഷയമാണെന്നുണ്ടെങ്കിൽ അവിടെയും അനുമോളുടെ ഭാഗത്ത് തെറ്റൊക്കെ ഉണ്ട്,
ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അനു കാലത്തെയും ഉച്ചയിലത്തെയും ഒക്കെ കുക്ക് ചെയ്തതാണ്. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയിലത്തെ പാത്രങ്ങൾ കഴുകേണ്ടത് അവിടെ വെസൽക്കാരാണ്, വെസൽ ഡ്യൂട്ടി ചെയ്യുന്നവരാണ്. അവര് അക്ബറും നെവിനായിരുന്നു. ആ ഉച്ച സമയത്ത് ഭക്ഷണം വിളമ്പി കഴിഞ്ഞാൽ അപ്പൊ നെവിൻ പിന്നെ കിച്ചണിലേക്ക് മാറി എന്ന് പറഞ്ഞിട്ട് അവിടെ അനുമോളുടെ അടുത്ത് വെസൽ കഴുകാൻ പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? എന്ന് വെച്ചാൽ ഓൾറെഡി കാലത്തെയും ഉച്ചയിലത്തെയും ഒക്കെ കുക്ക് ചെയ്തത് അനുമോളാണ്. അവളുടെ ഡ്യൂട്ടി അവൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതും ഒരാൾ പോലും പണിയെടുക്കാൻ സഹായിക്കാതെ. ഈ പറയുന്ന നമ്മുടെ സാബുമൻ, ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന ആ സാബുമൻ എനിക്ക് ഫുഡ് വേണം എന്ന് പറഞ്ഞിട്ട് ഇനിയും താന്ന് പറഞ്ഞിട്ട് അവിടെ പ്ലേറ്റ് കാണിച്ചു നിന്നിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്. എന്താണ് ഇവർ ആകെ സഹായിച്ചു കൊടുത്തത്? ഇത്തിരി നാളികേരം ചിരകി കൊടുത്തു എന്നാണ് ഇവരങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നത്. ഈ പറയുന്ന അതിൽ അരി കഴുകിട്ടു എന്ന് ഈ കാരണം പറഞ്ഞിട്ടാണ് അവർ പണിയിൽ സഹായിച്ചു എന്ന് പറയുന്നത്. ബാക്കി എല്ലാ പണിയും ആ വീട്ടിലെടുത്തത് അനുവാണ് കിച്ചണിൽ. എന്നിട്ട് കിച്ചണിൽ നിന്ന് അനുമോള് അവിടെ ഒഴിവായി പോയതിനു ശേഷം ഈ പറയുന്ന സാബു നൂറേടെ അടുത്ത് പറയുന്നുണ്ട്, അനുമോള് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അനുമോളാണെങ്കിൽ നന്നായി പണിയെടുക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് ചെയ്യുമായിരുന്നു അനുമോളിന്. അപ്പൊ അറിയാം, അതായത് അവനാ പണിയെടുക്കാതെയാണ് തിന്നുന്നതെന്നുള്ളത് നല്ല ധാരണയുണ്ട്. എന്നാൽ അനുമോള് പണിയെടുത്തിട്ട് അനുമോൾക്ക് എന്തെങ്കിലും പറയാനുള്ള വോയിസ് അവരാരും കൊടുക്കില്ല എന്നുള്ളൊരു വാശി. അപ്പോൾ ഇവരെല്ലാം ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അനുമോളാണ് ആ വീട്ടിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് അവർക്ക് നല്ല ധാരണയുണ്ട്. അപ്പൊ അനുമോളെ എത്രത്തോളം നെഗറ്റീവാക്കി പുറമേക്ക് കൊടുക്കാം, എങ്ങനെ അനുമോൾക്കെതിരെ ബാക്കിയുള്ള വീട്ടുകാരെ മുഴുവൻ തിരിച്ചതുപോലെ വീട്ടിലുള്ള പുറത്തുള്ള ആൾക്കാരെ കൂടി അനുമോൾക്കെതിരെ തിരിച്ചുകൊണ്ട് അനുമോളിലെ വോട്ടില്ലാതാക്കുക, അനുമോൾക്കെതിരെ ഒരു പടയൊരുക്കം, അത്രയേ ഉള്ളൂ. ഇപ്പൊ അകത്തും പുറത്തും ആർക്കാണ് ശത്രുക്കൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുവിനെ മാത്രമേ ശത്രുക്കളുള്ളൂ. ആ പുറത്തു നിൽക്കുന്നവരും അനുവിനെതിരെ കളിക്കുന്നു, അകത്തുള്ളവരും അനുവിനെതിരെ കളിക്കുന്നു. എല്ലാവർക്കും അവിടെ പകവിട്ടാനുള്ളത്, അല്ലാന്നുണ്ടെങ്കിൽ വാശി തീർക്കാനുള്ളത്, തോൽപ്പിക്കാനുള്ളത് അനുമോളെ മാത്രമാണ്. അതാണ് മനസ്സിലാവാത്ത ഒരു കാര്യം കേട്ടോ. ബാക്കിയുള്ളവർ ആരും തന്നെ ഇവർ കണ്ടസ്റ്റന്റ് ആയിട്ട് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അനുവിനെ മാത്രമാണ് ഇവർ കണ്ടസ്റ്റന്റ് ആയിട്ട് കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ അനുവിനെ മാത്രം തോൽപ്പിക്കാനായിട്ട് നടക്കുന്നത്. അപ്പൊ ബാക്കി ആരും അവിടെ ഗെയിം കളിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. എന്താ വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും തോൽപ്പിക്കേണ്ടത് അനുവിനെ മാത്രമാണ്. ബാക്കിയുള്ള ആരും അവിടെ ഇപ്പൊ ഗെയിം മൂലം ഒന്നുമില്ലാതെ വെറുതെ നോക്കുത്തികളായിട്ട് വന്ന് ഇരിക്കുന്നവരാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ എല്ലാവരും അനുവിനെ പേടിച്ചിട്ട് അനുവിനെ തോൽപ്പിക്കാനായിട്ട് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യം കേട്ടോ. അല്ലാണ്ട് ഇവർക്ക് എല്ലാവർക്കും അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കേണ്ട ആവശ്യകത എന്തിരിക്കുന്നു? എന്നിട്ട് പറയും അനുമോള് കളിക്കുന്നത് ചീപ്പ് ഗെയിമാണ്, അനുമോള് മോശം ആളാണ്, എന്ത് വൃത്തികെട്ട ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോളെ കുറ്റം പറയും. എങ്കിൽ പിന്നെ അത്രയും മോശം ഗെയിമാണ് അനു കളിക്കുന്നതെന്നുണ്ടെങ്കിൽ അനു അത് വിൻ ചെയ്യില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വിൻ ചെയ്യാനുള്ള യോഗ്യതയില്ലാത്തതുകൊണ്ട് പ്രേക്ഷകർ വോട്ട് ചെയ്യില്ല. പിന്നെ എന്തിനാണ് ഇവർ എല്ലാവരും അനുവിനെ എത്ര പേടിക്കുന്നത്? അതാണ് നമുക്ക് മനസ്സിലാവാത്ത കാര്യം. എന്നിട്ട് അനുവിനെ തോൽപ്പിക്കാൻ അനുവിനെ PR ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടിയിട്ട് അനുവിന്റെ പുറകെ നടന്ന് അനു PR കൊണ്ട് മാത്രമാണ് വീട്ടിൽ നിൽക്കാൻ നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇപ്പൊ ഈ സീസൺ 7 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോളില്ലെങ്കിൽ ഈ വീട്ടിൽ എന്ത് കണ്ടന്റ് ഉണ്ട്? ഈ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സീസണുകൾ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അത്രയും പരാജയമായിട്ടുള്ള ഒരു സീസണാണ് സീസൺ 7 എന്ന് പറയുന്നത്. പക്ഷേ ഈ സീസൺ ഇത്രയെങ്കിലും അവിടെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് അനുമോൾ എന്നുള്ളൊരു കണ്ടന്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സീസൺ ഒന്നിനും കൊള്ളാത്ത സീസണായിരുന്നു. ഇപ്പൊ ആദ്യം മുതൽ അവസാനം വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അനുമോൾ എന്നുള്ള വ്യക്തിയിലൂടെ മാത്രമാണ് സീസൺ 7 മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിന്റെ ഇടയിൽ ലാലേട്ടൻ വന്നിട്ട് വഴക്ക് പറഞ്ഞ് ഒരു കണ്ടന്റ് ഇവിടെ തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അനുമോൾ 1-2 വീക്ക് അവിടെ സൈലന്റ് ആയപ്പോൾ ഒരു കണ്ടന്റ് ഇല്ലാത്ത ബിഗ് ബോസ് ആയി ആ വീട് അങ്ങനെയായിരുന്നു. അപ്പോ അനുമോൾ ഉണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ കണ്ടന്റ് ഉള്ളു. ഇന്നത്തെ ദിവസം ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ അനുമോൾക്ക് എതിരെ ഒരു പ്രശ്നം ഉണ്ടായില്ല, അവിടെ ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നില്ല. ഇന്ന് അനുമോൾക്കെതിരെ അവർ കളിക്കുന്നു, അനുമോൾ കളിക്കുന്നു, അവിടെ നിറച്ച് കണ്ടന്റ്. അപ്പോ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അനുമോൾ ഉണ്ടെങ്കിലേ കണ്ടന്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ സീസൺ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുമോൾ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പക്ഷെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടായിരിക്കാം അനുമോളുടെ അടുത്ത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒക്കെ പോസിറ്റീവ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അനുമോളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ബിഗ് ബോസ് സീസൺ 7 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം പറയുന്ന പേര് തീർച്ചയായും അനുമോളുടെ തന്നെയായിരിക്കും. അതിനുശേഷം പറയുന്നതായിരിക്കാം നമ്മുടെ അനീഷിന്റെ പേരായിരിക്കും. ഇപ്പോ അനുമോൾക്ക് ആകെ അവിടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അനീഷാണ്. കാരണം അനീഷ് ന്യായത്തിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇന്നിപ്പോ 100 വായ അടപ്പിക്കുന്നുണ്ടായിരുന്നു അനീഷ്. മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ അനീഷ് 100 പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ആളാണോ അനീഷും തോന്നുന്നുണ്ടോ? നന്നായിട്ടുണ്ട്. അതിന് അനീഷ് വേറെ ആള് ജനിക്കേണ്ടി വരും. അപ്പൊ 100 വായ അടപ്പിച്ചുകൊണ്ട് അവിടെ സംസാരിക്കാനും കാര്യങ്ങളുടെ സത്യാവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ, കാരണം ആ വീട്ടിലുള്ള ആരും അനുവിനെ അംഗീകരിക്കില്ല. പക്ഷെ കാര്യത്തിന്റെ സത്യാവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് അനീഷ് എന്ന് ശ്രമിച്ചിട്ടുണ്ട്. അനുമോൾക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട്. അപ്പൊ തീർച്ചയായും ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന 2 മത്സരാർത്ഥികളാണ് ടോപ്പ് 2 വരുന്ന മത്സരാർത്ഥികളാണ് അനീഷും അനുമോളും. ആര് കപ്പെടുക്കുന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ രണ്ടുപേരും ഇപ്പൊ ഒരേ ദിശയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.